Good afternoon. How are you? Today discussing about the topic life skills includes the elements. നമുക്ക് ഏതൊക്കെയാണ് എലമെൻസുകൾ ലൈഫ് സ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Learning to learn, foundation skills, basic skill competence, reading, writing, computation, communication skills, learning skill, listening skill, problem solving, interpersonal, influence, organizational, leadership. ഇത്രയും എലമെൻസുകൾ ഉൾപ്പെടുമ്പോഴാണ് ലൈഫ് സ്കിൽസ് കൃത്യമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. First one, learning to learn. Learning to learn as an integral part of everyday life. The skill of knowing how to learn is a must for everybody and is the key to acquiring the skill and a sharpening ability to think through problems. Secondary benefit of learning to learn, how to learn to that empowers the learner's ability to develop measurable tasks repeatedly. നമുക്കറിയാം ലേണിംഗ് ടു ലേൺ ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. സ്കിൽ ആൻഡ് ഷേപ്പനിങ് ദി എബിലിറ്റി ടു തിങ്ക് ത്രൂ പ്രോബ്ലംസ്. സെക്കൻഡറി ബെനിഫിറ്റ് ലേണിംഗ് ടു ലേൺ in that empowers the learner's ability to develop measurable tasks repeatedly. എന്തൊക്കെയാണോ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്, ആ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എംപവേഴ്സ് ദ ലേണേഴ്സ് എബിലിറ്റി, നമ്മുടെ കഴിവുകളെ ഒന്നും കൂടി എംപവർമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഒരറിവും ചെറുതല്ല എന്ന് കാണിക്കുന്നതാണ് ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ടു അക്വയറിംഗ് ന്യൂ സ്കിൽ ആൻഡ് ഷേപ്പനിങ് ദ എബിലിറ്റി ടു തിങ്ക് ത്രൂ പ്രോബ്ലംസ്. അതാണ് ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു. ഇറ്റ് എംപവേഴ്സ് ദ ലേണേഴ്സ് എബിലിറ്റി ടു ഡെവലപ്പ് മെഷറബിൾ ടാസ്ക് റിപ്പീറ്റഡ്ലി. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ആ പഠിച്ച പാഠങ്ങൾ അക്വയറിംഗ് ദ ന്യൂ സ്കിൽസ് നമുക്ക് പുതിയ സ്കില്ലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യും. റൈറ്റിംഗ് സ്കിൽസ് ദ അനദർ എലമെൻറ്റ്സ് ഓഫ് ദ ലൈഫ് സ്കിൽ. റൈറ്റിംഗ് സ്കിൽ ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. ഗുഡ് റൈറ്റിംഗ് സ്കിൽസ് അലൗ എ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഓർ ഹെർ മെസ്സേജ് വിത്ത് എ ക്ലാരിറ്റി ആൻഡ് ഈസ് ഫോർ ഫാർ ലാർജർ audience through face-to-face or telephonic conversations. Poor imagined writing skills create impression and other persons will have a negative reaction if they spot such spelling and grammatical errors. Correct grammar, punctuations and spelling are salient in writings. CV is very important in everyone's life, especially to get a job. CV containing spelling or grammatical errors will be rejected and it will be affect one's life negatively. നമുക്കറിയാം എന്താണ് റൈറ്റിംഗ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ ആശയങ്ങൾ എഴുതി അക്ഷരത്തെറ്റുകളില്ലാതെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, ഗ്രാമാറ്റിക് മിസ്റ്റേക്കുകൾ ഇല്ലാതെ നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് നല്ലൊരു റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. പുവർ റൈറ്റിംഗ് സ്കിൽ ക്രിയേറ്റ് എ പുവർ ഇംപ്രഷൻസ്.
നമ്മുടെ തെറ്റായ അക്ഷരങ്ങളും തെറ്റായ ഗ്രാമറും എന്തിന് കാരണമാക്കുന്നു? നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. So, the poor writing skills create poor impression and the other persons will have a negative reaction if they spot such as spelling and grammatical errors. അതുകൊണ്ട് നല്ല ഒരു ആശയം അല്ലെങ്കിൽ നല്ലൊരു എഴുത്ത്, റൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ഗ്രാമർ ഉണ്ടായിരിക്കണം, സ്പെല്ലിംഗ് ഉണ്ടായിരിക്കണം. ഇതാണ് പ്രധാനമായും റൈറ്റിങ്ങിലൂടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമാണ് ഒരു ജോബ് എന്ന് പറയുന്നത്. CV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എവരി വൺസ് ലൈഫ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ജോബ് എന്നത്. ജോബിന് വേണ്ടി തീർച്ചയായും നമ്മളൊരു CV തയ്യാറാക്കേണ്ടി വരും. ആ CVയിൽ കണ്ടെയ്നിങ് സ്പെല്ലിംഗ് ഓർ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വിൽ ബി റിജക്റ്റഡ്. അത്തരത്തിലൊരു CV തയ്യാറാക്കുമ്പോൾ അതിൽ വരുന്ന ഓരോ മിസ്റ്റേക്കുകളും ആഫ്റ്റർ വൺസ് ലൈഫ് നെഗറ്റീവ്ലി നമ്മുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുക. അപ്പം ആശയങ്ങൾ വ്യക്തമായി തെറ്റുകളില്ലാതെ എഴുതി മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ കറക്റ്റായ ഒരു റൈറ്റിംഗ് സ്കിൽ അവിടെ രൂപപ്പെടുന്നു. ലൈഫ് സ്കിൽ എലമെൻറ്റ്സിലെ റൈറ്റിംഗ് സ്കിൽ, ലേണിംഗ് ടു ലേൺ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളാണ് കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് ഇൻ ഡെയിലി ലൈഫ് containing and calculation skills are essential for numeracy is a problem that affects people. In the world of commerce, to success in life, many calculations should have made. This creates problems. It can lead to stress or depression. Understanding numeracy and calculation will make desirable change in all aspects. It will enable the person to achieve a greater information of the world around him her. It will help one to save money and time, and it may improve well-being and reduce stress. എന്താണ് കമ്പ്യൂട്ടേഷണൽ സ്കിൽ എന്ന് പറയുന്നത്? റൈറ്റിംഗ് സ്കിൽ പറഞ്ഞു, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ നല്ലൊരു റൈറ്റിംഗ് സ്കിൽ നമ്മൾ നേടിയെടുക്കുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു റൈറ്റിംഗ് സ്കില്ലിലൂടെയാണെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് കമ്പ്യൂട്ടേഷണൽ സ്കിൽ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ടു ഗെറ്റ് ബെറ്റർ പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. കൗണ്ടിങ് ആൻഡ് കാൽക്കുലേഷൻ ഇൻഎവിറ്റബിൾ. കാൽക്കുലേഷൻ ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല. എല്ലാത്തിനും ഒരു കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായും കാൽക്കുലേഷൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള സ്കിൽസും ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വിലപ്പെട്ട സമയം, അതേപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്, ഒരു കാൽക്കുലേഷൻ്റെ കൃത്യത ഇല്ലാതെ ആകുമ്പോൾ നമുക്കതൊരു തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായി ഒരു ന്യൂമറിക്കൽ സ്കിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ബേസിക് സ്കില്ലിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായി നമുക്ക് പറയാം. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ബേസിക് സ്കിൽ കോമ്പിറ്റൻസ്. ബേസിക് സ്കിൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്കിൽ ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ്. ഡേ ടു ഡേ ലൈഫ്, ബേസിക് ഡിക്കോഡിംഗ് ആൻഡ് സ്പെല്ലിംഗ് skills needed to able to read, understand and write words and simple text. The skill needed to handle various types. Another basic competence, digital competence skill. Competence of the basic skill are divided into different levels. Read, understand, write words and simple text. ബേസിക് ആയിട്ടുള്ള സ്കിൽ കോമ്പിറ്റൻസിൽ പ്രധാനമായും പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്ന അറിവ്, അല്ലെങ്കിൽ എഴുതാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിൾ ടെക്സ്റ്റിലൂടെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ബേസിക് സ്കില്ലുണ്ടെന്ന് പറയാം.
മറ്റൊന്നാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഡിജിറ്റൽ കോമ്പറ്റൻസ് സ്കിൽ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ബേസിക് സ്കിൽ കോമ്പറ്റൻസിൻ്റെ 2 ഭാഗങ്ങൾ. ബേസിക് സ്കിൽ ആർ ഡിവൈഡഡ് ഇൻടു ഡിഫറെൻറ്റ് ലെവൽസ്. ഫസ്റ്റ് വൺ basic skill competence, next digital competence in another skill. Life skill elements including writing skill, computational skill, basic skill competence, and next reading skill. Reading skill is important for modern man for success in life. Reading is needed of employment and one's personal and social life. Promotion and demotion often depend upon reading skill. Particular, if we must take a written exam or need be needed, a what we share web page. Reading involves a lot of mental activities. The example such as guessing, predicting, analyzing, comparing, complementing. Reading helps a person to provide powerful motivation, sustain interest, raise curiosity, give scope of discovery. Reading skills. ലൈഫ് സ്കിൽ എലമെൻറ്റ്സിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് റീഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. റീഡിംഗ് സ്കിൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മോഡേൺ മാൻ. ഈ കാലഘട്ടത്തിലെ വായിക്കാൻ അറിയുക എന്ന് പറയുന്നതും എഴുതാൻ അറിയുക എന്ന് പറയുന്നതും കമ്പ്യൂട്ടേഷണൽ കഴിവെന്ന് പറയുന്നതും ഡിജിറ്റൽ സ്കില്ലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് സ്കില്ലായിട്ട് അംഗീകരിക്കേണ്ടതാണ്. അതിൽ റീഡിംഗ് സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മോഡേൺ മാൻ ഫോർ സക്സസ് ഇൻ ലൈഫ്. വായിക്കാൻ അറിയുക, നന്നായി എഴുതാൻ അറിയുക, ഇതൊക്കെ ഏറ്റവും പ്രധാനം തന്നെയാണ്. പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ ഓഫൺ ഡിപ്പെൻഡ് അപ്പോൺ റീഡിംഗ് സ്കിൽ. നമ്മുടെ പ്രൊമോഷനും ഡിമോഷനും ഒക്കെ തരംതിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എ ലോട്ട് ഓഫ് റീഡിംഗ് തന്നെയാണ്. സോ പർട്ടിക്കുലർ ഇറ്റ് മസ്റ്റ് ബി റിട്ടേൺ കെയിം ഓർ എക്സാം എല്ലാം നമ്മൾ ഏതിലൂടെ ചെയ്യുന്നത്? റീഡിംഗ് ഓർ റൈറ്റിംഗ് സ്കില്ലിലൂടെ തന്നെയാണ്. അപ്പോൾ റീഡിംഗ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് mental activities in the reader such as guessing, predicating, analyzing, comparing, complementing. ഒരു വായന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ്. റീഡിംഗ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റീസ്. വായന എന്ന് പറയുന്നത് ധാരാളം മെൻ്റൽ ആക്ടിവിറ്റീസ് ഒരു വ്യക്തിക്ക് നൽകുന്നു. എന്തൊക്കെയാണ്? ഗസ്സിങ് ആയിരിക്കാം, നമുക്ക് ചില കാര്യങ്ങളെ ഗസ് ചെയ്യാം, പ്രെഡിക്കേറ്റിംഗ് ചെയ്യാം, അനലൈസിങ് ചെയ്യാം, കമ്പയറിങ് ചെയ്യാം, കോംപ്ലിമെൻറ്റിങ് നടത്താം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് നല്ലോണം വായന ഉണ്ടായിരിക്കണം. നല്ലൊരു വായനയുള്ള വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രെഡിക്കേറ്റ് ചെയ്യാനും ഗസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. റീഡിംഗ് ഷുഡ് ബി ഡൺ ആസ് എ പാർട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ നല്ല വായന ഗുണം ചെയ്യും. നല്ല ആശയങ്ങൾ ഉണ്ടാവാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല ചിന്തകൾ ഉണ്ടാവാൻ റീഡിംഗ് ഈസ് വെരി ബെറ്റർ. റീഡിംഗ് ഈസ് ആക്ച്വലി ഇൻ്റർപ്രിറ്റിംഗ് ലൈഫ്, സോ ദ സ്കിൽ ഈസ് സ്കാനിങ് മസ്റ്റ് ബി എൻകറേജ്ഡ്. സോ ടു ഫൈൻഡ് ദ ഐഡിയ എക്സ്പ്രസ്ഡ് ടു ക്രിട്ടിക്സ് reproduce the main function of reading. മെയിൻ ഫങ്ഷൻ ഓഫ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ടു ഔട്ട് ദി ഐഡിയ എക്സ്പ്രസ്ഡ്, നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ലൊരു പരന്ന വായന തന്നെ വേണം. ടു ക്രിട്ടിസൈസ് ആൻഡ് ടു റീപ്രൊഡ്യൂസ് ആർ ദ മെയിൻ ഫങ്ഷൻ. നൽകുന്ന ആശയങ്ങളെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനും നല്ലൊരു വായന കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ലൈഫ് സ്കില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റുകളിൽ ബേസിക്കായിട്ട് നിൽക്കുന്ന ചില എലമെൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. കമ്പ്യൂട്ടേഷണൽ സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, ബേസിക് സ്കിൽ കോമ്പറ്റൻസ്. ബേസിക് സ്കിൽ കോമ്പറ്റൻസ് ഡിവൈഡഡ് ഇൻടു ബേസിക് സ്കിൽ കോമ്പറ്റൻസ് ആൻഡ് ഡിജിറ്റൽ കോമ്പറ്റൻസ്. റീഡിംഗ് സ്കിൽ ഇമ്പോർട്ടൻസ് ഫങ്ഷൻ ദി ന്യൂ ഐഡിയ എക്സ്പ്രസ്ഡ് ആൻഡ് criticized to reproduce are the main functions of reading.
സോ റീഡിംഗ് ഷുഡ് ബി ആസ് എ പാർട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നതിൻ്റെ മെറിറ്റ്സ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ ലോട്ട് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റീസ് ആണ് റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്രിയേറ്റീവ് തിങ്കിങ്. Different kinds of thinking is vital to successful life. Creative thinking is not closed thinking. It has complete freedom for multiplicity of response, choice, and series of action. Creativity, capacity or ability of individual to create, discover or produce a new idea or new object, including the rearrangement or reshaping. So every human being possible creative thinking. Creative thinking can be nurtured by training. Main points are including creative thinking. First point, creative is an ability. Next, creative is an attitude. Next, creative is a process. ബിഹേവിയറൽ ഫീച്ചേഴ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ്? ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ക്രിയേറ്റ്. നിലനിൽക്കുന്ന ഒന്നിനെയല്ല, പുതുതായി ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് എബിലിറ്റി ഉണ്ടാവണം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, മാത്രമല്ല ന്യൂ ഐഡിയാസുകൾ ഉണ്ടായിരിക്കണം. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ബിഹേവിയറൽ ഫീച്ചേഴ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്തൊക്കെയായിരിക്കണം? ഫസ്റ്റ് വൺ, ഫോർസൈറ്റ്നെസ്. ക്രിയേറ്റ് സംതിങ് ഒറിജിനൽ. അഡാപ്റ്റബിലിറ്റി, ഓപ്പൺ മൈൻഡ്, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, ക്യൂരിയസ് ബൈ നേച്ചർ, റിച്ച് ഇമാജിനേഷൻ, ഡൈവേഴ്സിഫിക് തിങ്കിങ്, എബിലിറ്റി ടു വർക്ക് ഔട്ട് ഇൻ ഡീറ്റെയിൽ, possess sound memory and knowledge, keenness, attractiveness, alertness, and a power of concentration. Open mind, high degree of sensitivity towards problem, express ideas fluently, rich imagination. These points are including of the good behavioral features of creative thinking.